ഹായ് ആൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് വിബി അരുൺ, ലൈഫ് കോച്ചാണ്, മൈൻഡ് പവർ ട്രെയിനറാണ്, സ്പെഷ്യൽ പേരൻറ്റ് മോട്ടിവേറ്ററാണ്. ഞാൻ ഇന്ന് എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യകരവും സന്തോഷപ്രദവുമായ സുവർണ നിയമങ്ങൾ എന്നൊരു ടോപ്പിക്കാണ്. അത് ഞാൻ ഈ ടോപ്പിക്ക് സെലക്ട് ചെയ്യാൻ എന്താ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ വിചാരിക്കും വിബി എപ്പോഴും ഈ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നല്ലോ എന്ന്. ഞാൻ എന്താന്ന് വെച്ചാൽ, ഞാനിപ്പോൾ റിലേഷൻഷിപ്പ് മാസ്റ്ററി ക്ലാസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് കുറച്ച് സ്റ്റുഡൻസും ഉണ്ട്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യുമ്പം എനിക്ക് കൂടുതൽ കുടുംബ ബന്ധങ്ങൾ എങ്ങനെ ആനന്ദകരമാക്കാം എന്നൊക്കെയുള്ള കൂടുതൽ അറിവുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ വഴി ഇതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ജീവിത സാഹചര്യത്തിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ആവട്ടെ, എൻ്റെ റിലേറ്റീവ്സ് ആവട്ടെ, ഇവരുടെ എല്ലാ ഇടയിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് കുടുംബ ബന്ധങ്ങളിലെ തകർച്ച. കാരണം ഇപ്പോൾ ആർക്കും അതിനെ എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതെന്നൊരു അറിവില്ലാത്തൊരു അവസ്ഥ. ഹസ്ബൻഡ് ആണെങ്കിലും വൈഫാണെങ്കിലും ഭയങ്കര എന്താ പറയുക, വീട്ടുകളിൽ കീരിയും പാമ്പും പോലെ ജീവിക്കുന്ന ഒരവസ്ഥ. ഇപ്പോൾ 2 നില വീടാണെങ്കിൽ ഒരാൾ മുകളിൽ കിടക്കുന്നു, ഒരാൾ താഴത്തെ റൂമിൽ കിടക്കുന്നു. അങ്ങനെ എന്താ പറയുക, എല്ലാവരും തമ്മിൽ പാരൻസ് മക്കൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുറേ ദമ്പതികളെ ഞാൻ കണ്ടു. ഇതിൽ നിന്നല്ല ഞാൻ വിചാരിച്ചു, ഈ ഒരു ലൈഫ് കോച്ച് ആയപ്പോൾ കുടുംബ ബന്ധങ്ങൾക്ക് അവരെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് മാസ്റ്ററി ക്ലാസ് കൊടുക്കാമെന്നും അതിൽ കൂടുതൽ എങ്ങനെ അത് നിലനിർത്തി കൊണ്ടുപോകാമെന്നുള്ള ക്ലാസ്സുകൾ കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഇന്നത്തെ എൻ്റെ ടോപ്പിക്കിലോട്ട് നമുക്ക് കടക്കാം. എന്ന് വെച്ചാൽ, ആരോഗ്യകരവും വിജയകരവുമായ കുടുംബ ബന്ധങ്ങൾക്കുള്ള 5 സുവർണ നിയമങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ കുടുംബ ബന്ധങ്ങൾക്ക് എന്താ പറയുക, ഒരു വലിയ പരിശ്രമം ആവശ്യമാണ് അല്ലേ? കുടുംബ ബന്ധങ്ങൾക്ക് വലിയൊരു പരിശ്രമം ആവശ്യമാണ്. എല്ലാ ബന്ധങ്ങളുടെയും തുടക്കം മനോഹരമായിരിക്കും, അത് നിങ്ങൾക്കറിയാം അല്ലേ? കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ ഭയങ്കര മനോഹരമായിരിക്കും. എന്നാൽ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് പ്രധാനം. ആദ്യ ദിവസങ്ങളിൽ എല്ലാം എല്ലാം തികഞ്ഞതായി നമുക്ക് തോന്നുന്നു. പിന്നീട് നമുക്ക് കാലക്രമേണ എന്താ പറയുക, ബന്ധത്തിൽ ഒരു സ്നേഹത്തെക്കാൾ ഒരു പൊരുത്തക്കേടുകൾ കാണാൻ കഴിയുന്നു അല്ലേ? വളരെയധികം പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഈ പരസ്പര വിശ്വാസവും അതുപോലെ പരസ്പര ധാരണയും, പരസ്പര വിശ്വാസവും പരസ്പര ധാരണ, പരസ്പര പിന്തുണ, ഇതൊക്കെ കൂടാതെ ബന്ധങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ കാലത്ത് നമ്മൾ പരസ്പര വിശ്വാസമാണ് മെയിനായിട്ട്. അപ്പോൾ ഈ ഒരു വിജയകരമായ നമ്മുടെ ഈ ഒരു കുടുംബ ബന്ധത്തിന് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും പാലിക്കേണ്ട 5 അടിസ്ഥാന സുവർണ നിയമങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? എന്തൊക്കെയാണ് നമ്മുടെ ഈ സുവർണ നിയമങ്ങൾ? ഒന്നാമതായി നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പങ്കാളിയോട് സത്യസന്ധത, എപ്പോഴും വിശ്വസ്തതയും സത്യസന്ധതയും പുലർത്തുക. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. വിശ്വസ്തതയും സത്യസന്ധതയും ഇല്ലാതെ ഒരു കുടുംബ ജീവിതവും നിലനിന്ന് പോയില്ല. നിങ്ങൾ ഒരു ബന്ധത്തിലാണെങ്കിൽ, അതായത് വേറൊരു തേർഡ് പാർട്ടിയായിട്ട് ബന്ധത്തിലാണെങ്കിൽ, നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് സത്യം മറച്ചു വെക്കുന്നത് നിങ്ങളുടെ ബന്ധം തകർക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുപോലെ തന്നെ ശക്തവും വൈകാരികവുമായ ഒരു ബന്ധം കെട്ടിപ്പടുക്കുന്നതിനുള്ള ആദ്യ പടി എപ്പോഴും നിങ്ങളുടെ പങ്കാളിയുമായി സത്യസന്ധത പുലർത്തുക എന്നുള്ളതാണ്. അപ്പം സത്യസന്ധത പുലർത്തുക എന്നാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുക. നമ്മളിപ്പോൾ ഓരോ കാര്യം നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുകയാണെങ്കിൽ അത് ഒടുവിൽ നിങ്ങളുടെ 2 പേരുടെയും ആ ഒരു വികാരങ്ങളെ വ്രണപ്പെടുത്തും. നമ്മുടെ ആ ജീവിതത്തിൽ
ഒരു മുറിവ് ഉണ്ടാവും. കൂടാതെ ഏത് ബന്ധത്തിലാണെങ്കിലും വഞ്ചന എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റാണ്. ഒരിക്കലും ആരെയും വഞ്ചിക്കാൻ പാടില്ല. അതിനാൽ ആരോഗ്യകരമായ ബന്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളിൽ ഒന്നാണ് എന്ത്? വിശ്വസ്തത. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? വിശ്വസ്തതയാണ് ഞാൻ ഈ പറയുന്നത്. സത്യസന്ധത ആൻഡ് വിശ്വസ്തത. രണ്ടാമത്തെ, ഭൂതകാലത്തെ ഭാവിയിലേക്ക് വലിച്ചിഴക്കരുത്. ചില ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഭൂതകാലത്തെ കാര്യങ്ങളെല്ലാം അങ്ങ് പറഞ്ഞു കേൾപ്പിക്കും, പിന്നെ ഓരോ പ്രശ്നം ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോ ഭൂതകാലമുണ്ട്. നിങ്ങളുടെ ബന്ധം ആരോഗ്യകരമായി നിലനിർത്താനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തെ ഒരിക്കലും ഭാവിയിലേക്ക് വലിച്ചിടാതിരിക്കുക. ഈ ആരെങ്കിലുമൊക്കെ പണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം വഴക്ക് കൂടുമ്പോൾ അതെല്ലാം പറയും, നീ പണ്ട് അങ്ങനെ ചെയ്തില്ല, നീ പണ്ട് ഇങ്ങനെ ചെയ്തില്ല, അങ്ങനെയൊക്കെ. അപ്പം നിങ്ങളുടെ പങ്കാളിയുടെ മുൻകാല ജീവിതത്തെ ബഹുമാനിക്കുക. അതുപോലെ എല്ലാ വിശദാംശങ്ങളും പങ്കിടാൻ അവനെ സമ്മർദ്ദത്തിലാക്കാതിരിക്കുക. പണ്ടത്തെ കാര്യങ്ങൾ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുക, അങ്ങനെ അന്ന് എന്താ ചെയ്തത്, ഇന്ന് ഇങ്ങനെ ചെയ്തത്, അങ്ങനെ അതൊന്നും ചോദിക്കണം. നമ്മൾ ഈ ഭാവി, നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുക എന്നതാണ്. അപ്പം നമ്മൾ ഈ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാതിരിക്കുക എന്നാണ് യുക്തിസഹജമായ തീരുമാനം. അതുപോലെ നിങ്ങളുടെ തേർഡ് പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങളുടെ പങ്കാളിയുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുക. നമ്മൾ എപ്പോഴും നമ്മുടെ ഹസ്ബൻഡ് ആണെങ്കിലും വൈഫാണെങ്കിലും അവർക്കൊരു സ്വാതന്ത്ര്യം ഉണ്ട്, അത് നമ്മൾ കൊടുക്കണം. ഏതൊരു ബന്ധത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട വശമാണ് എന്ത്? സ്വാതന്ത്ര്യം. നിങ്ങളുടെ പങ്കാളിയിൽ സമ്മർദ്ദം ചെലുത്തുകയോ അതുപോലെ എന്താ പറയാ ചില പ്രവർത്തനങ്ങളിൽ നിന്ന് അവനെ എന്താ പറയാ തടയുകയോ ഒക്കെ ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തെ ആത്യന്തികമായി വരും ദിവസങ്ങളിൽ അത് ഭയങ്കരമായിട്ട് നമ്മുടെ ലൈഫിനെ ബാധിക്കും. അത് സത്യമായിട്ടുള്ളൊരു കാര്യം. അവരുടെ ഫ്രീഡത്തെ തടഞ്ഞു നിർത്തുകയാണെങ്കിൽ ആ ലൈഫ് ഇപ്പോഴല്ലെങ്കിലും പിന്നെ അതുപോലെ നിങ്ങളുടെ എന്താ പറയുക പങ്കാളിയുടെ അതിരുകൾ വിലമതിക്കുകയും അതുപോലെ തന്നെ ആരോഗ്യകരമായ ഒരു ബന്ധത്തിനായി നമ്മൾ അവനെ എന്ത് ചെയ്യേണ്ടത്? സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കുക. മനസ്സിലായോ? അവരുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ബഹുമാനിക്കുക, സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുക. അപ്പൊ നമ്മുടെ റിലേഷൻഷിപ്പ് സൂപ്പറായിട്ട് പോകും. അപ്പൊ നാലാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാല് ആശയവിനിമയ കലയിൽ പ്രാവീണ്യം നേടുക. നമ്മൾ എപ്പോഴും പരസ്പരം നന്നായിട്ട് സംസാരിക്കണം. ആശയവിനിമയത്തിന് പ്രധാന കുടുംബ ബന്ധ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. നന്നായിട്ട് എന്താ പറയുക, നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും എല്ലാം സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ പരിഹരിക്കപ്പെടാത്ത കാര്യങ്ങളും പരിഹരിച്ചു പോകാം. അതേസമയം ഈ ഒരു ശരിയായ ആശയവിനിമയം ഇല്ലെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് നിങ്ങൾക്ക് നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അതെന്ന് വെച്ചാൽ നമ്മൾ കൗൺസിലിങ്ങിന് പോവുക, ആരെങ്കിലും കാണുക. അപ്പൊ നമ്മളുള്ള ആ യഥാർത്ഥ ആശയവിനിമയം കൂടാതെ നമുക്ക് ഒരിക്കലും ഒരു ബന്ധത്തിനും എങ്ങനെ ദീർഘകാലം മുന്നോട്ട് പോകാൻ ആവില്ല, നിലനിൽപ്പുണ്ടാവില്ല ആ ബന്ധത്തിന്. മനസ്സിലായോ? അപ്പൊ ആശയവിനിമയം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അല്ലെ? മനസ്സിലായല്ലോ അല്ലെ? അടുത്തത് നമ്മുടെ അഞ്ചാമത്തെ പോയിന്റ് ആണ് നിങ്ങളുടെ പങ്കാളിയെ ബഹുമാനിക്കുക. അതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. നമ്മൾ ഒരു പങ്കാളിക്ക്, എല്ലാ പങ്കാളികൾക്കും അവർക്ക് ഒരു വികാരങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതിനെ മാനിക്കുന്നത് നമ്മുടെ എന്താ പറയാ കുടുംബ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കും, അതായത് ശക്തമാക്കും. അതുപോലെ നേരെ മറിച്ച് ഇപ്പൊ നിങ്ങളുടെ പങ്കാളിയെ വിലമതിക്കുന്നില്ലെങ്കിൽ അവൻ എന്താ ചെയ്യാം? അവനെ എല്ലായ്പ്പോഴും ഒരുമാതിരി എന്താ പറയാ അപ്രധാനമെന്ന്, അതായത് എപ്പോഴും കുറ്റം പറയുക, എല്ലാത്തിനും അയാളാണ് കാരണമെന്ന് ഇങ്ങനെ പറയുകയാണെങ്കിൽ, തോന്നുകയോ ചെയ്യുന്നുവെങ്കിൽ പതുക്കെ നിങ്ങളുടെ ആ ഒരു കുടുംബ ബന്ധത്തെ അത് ബാധിക്കാൻ തുടങ്ങും. അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹം തന്നെ ഇല്ലാണ്ടാവും. ഇവളെപ്പോഴും നോക്കിയാലും എന്നെ കുറ്റം പറിച്ചില്ല, അങ്ങനെ പറഞ്ഞിട്ട് അയാൾക്ക് നമ്മളോട് ഒരു സ്നേഹം ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ഈ ആരോഗ്യകരവും വിജയകരവുമായുള്ള ബന്ധത്തിനുള്ള 5 സുവർണ നിയമങ്ങളാണ് ഞാനിത് പറഞ്ഞത്. അപ്പൊ ഇത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ ഇതെല്ലാം പാലിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. കാരണം നമ്മൾ കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ എപ്പോഴും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ജീവിക്കണം.
നമ്മളൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഹസ്ബൻഡും വൈഫും തമ്മിലുള്ളൊരു ബോണ്ട് ഉണ്ട്, അത് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാ, നമ്മളെല്ലാം പിന്നെ എന്താ പറയാ സത്യസന്ധതയായിട്ടും അതുപോലെ വിശ്വസ്തയോടെ എല്ലാ കാര്യങ്ങളും പറയുകയും എടുക്കുകയും അവരുടെ ബഹുമാനിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്താൽ നമ്മുടെ കുടുംബ ജീവിതം ദൃഢമായിട്ട് മുന്നോട്ട് പോകും. അതിനെ തകർക്കാൻ ആർക്കും ആവില്ല. അപ്പൊ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.